എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കാണുന്ന ലോകവും കാണാത്ത ലോകവും. കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തവയാണ്. നമുക്കറിയാം, നമ്മൾ കാണുന്നത് രാവിലെ 7 മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. അത്രയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കാണപ്പെടാത്തതുണ്ടല്ലോ. അതിനേക്കാൾ വലിയ സത്യം കാണപ്പെടാത്തതല്ലേ. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കം നമ്മൾ കാണാൻ പോയാൽ നമ്മൾ തന്നെ തല കറങ്ങി താഴെ വീഴും. അതുകൊണ്ട് ദൈവം അത് ഒളിച്ചു വെച്ചിരിക്കുന്നു. കാണപ്പെടാത്തവ ഉണ്ടെന്ന് വിശ്വസിക്കുക, പ്രത്യാശയും ലഭിക്കും എന്നുള്ള ഉറപ്പിൽ നമ്മൾ ജീവിക്കുക. ഇതിന് വിളിക്കുന്ന വാക്ക് വിശ്വാസം. നമ്മൾ 10 രൂപ മുടക്കി 1 കോടി കിട്ടുന്നവളെ വിളിക്കും ഭാഗ്യവാൻ, ഭാഗ്യവതി. പറമ്പിൽ തെങ്ങിന്റെ മൂട് കിളച്ചപ്പോൾ സ്വർണത്തിന്റെ കുടം കിട്ടിയവരെയും നിധിയുടെ കുംഭം കിട്ടിയവരെയും വിളിക്കും ഭാഗ്യവാൻ, ഭാഗ്യവതി. പക്ഷെ വിശുദ്ധ ബൈബിൾ അങ്ങനെയുള്ളവരെ അല്ല ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിക്കുക. അവിടുന്ന് ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ആരെയാ? ലൂക്കാസ് സുവിശേഷം 1:45 എലിസബത്ത് മറിയത്തെ നോക്കി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. യോഹന്നാൻ 21 മാർത്തോമാശ്ലീഹായോട് ഉത്തിതനായ യേശുനാഥൻ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യത്തിലേക്കാ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദേഹമെല്ലാം ശോഷിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കട്ടിലിൽ കിടക്കുന്നവരും വിശ്വസിക്കണം, കാണപ്പെടാത്ത ഒരു ലോകത്തേക്ക് എന്റെ യാത്രയാണിത്. ഈ ഒരു വിശ്വാസം. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ ഓർക്കുക, എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനുണ്ട്. മുറിക്കപ്പെടുമ്പോൾ മുറിവേറ്റവനെ വിശ്വസിക്കുക, രോഗത്തിൽ സൗഖ്യദായകനെ വിശ്വസിക്കുക, മരണത്തിൽ പുനരുത്ഥാനം തരുന്നവനെ വിശ്വസിക്കുക. ഈ വിശ്വാസത്തിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുക, അവിടുന്ന് ആനയിക്കുക. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിശ്വാസം അനുസരിച്ചാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി മറിയുക. ദൈവവിശ്വാസം ഉള്ളവന്റെ കാഴ്ചപ്പാടല്ല വിശ്വാസം ഇല്ലാത്തവന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ദൈവത്തിലുള്ളൊരു വിശ്വാസം ഈ ലോകത്തെ മുഴുവൻ നോക്കിയിട്ട് പറയുകയാണ്. നിരീശ്വരവാദികളും ചില ചിന്തകരും ഒക്കെ പറയും, ലോകം വെറുതെ അങ്ങുണ്ടായി, ലോകം വെറുതെ ഉണ്ടായി. ഒരു ബിഗ് ബാങ് തിയറി, ഒരു പൊട്ടിത്തെറിയുന്ന ലോകമുണ്ടായി, വെറുതെ ഉണ്ടായി, അതിന് പുറകിൽ ഒരു കരമില്ല. അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എങ്കില് അതിന് നമുക്ക് എന്നാ പറയാൻ പറ്റും? ഒരു വലിയ വെടിക്കെട്ടിൽ അമുട്ട് ആകാശത്ത് പൊട്ടി അതിൽ നിന്നും ചെറിയ ചെറിയ എരിവാണങ്ങൾ ഇങ്ങനെ ആകാശത്ത് പറക്കുമ്പോൾ പറയാം അത് വെറുതെ അങ്ങ് പറന്നുപോയി, വെറുതെ അങ്ങ് പൊട്ടിപ്പോയി. ഇല്ല, ആ അമുട്ട് അങ്ങനെ പൊട്ടുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച തലച്ചോറുണ്ട്. ഇത്ര ഉയരത്തിൽ പോകണമെന്നും ഇതിങ്ങനെ പൊട്ടണമെന്നും പൊട്ടിക്കഴിഞ്ഞതിൽ നിന്ന് എത്ര ചെറിയ ചെറിയ എരിവാണങ്ങൾ പോകണമെന്നും ചിന്തിച്ച ഒരു ബ്രെയിൻ അതിന്റെ പുറകിലുണ്ട്. നമ്മുടെ ക്ലാസ് റൂം കാണുന്നു, ഡെസ്കും ബെഞ്ചും കസേരയും മേശയും വെറുതെ അങ്ങ് കിടന്നു. അങ്ങനെ പറയാൻ പറ്റുകയല്ലോ. അങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു ബുദ്ധി അതിന്റെ പുറകിലുണ്ട്. ഏത് ബിഗ് ബാങ് തിയറി ആണെങ്കിലും ഏത് പരിണാമ സിദ്ധാന്തമാണെങ്കിലും ആദ്യ ജീവകോശത്തിൽ സമസ്ത സാധ്യതകളും മറച്ചു വെച്ച ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തെയും നിഷേധിക്കാൻ നമുക്കാർക്കും പറ്റുകയില്ല. ആ ദൈവത്തിന്റെ നടത്തിപ്പിൽ നമ്മൾ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വളരാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മളൊക്കെ എത്രമാത്രം വിശ്വസിക്കുന്നവരാ? ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഓടിക്കുന്ന ഡ്രൈവറെ നമ്മൾ വിശ്വസിക്കുന്നു, സഹയാത്രക്കാരെ വിശ്വസിക്കുന്നു. ഒരു നേഴ്സ് കുത്തിവെക്കാൻ വേണ്ടി ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡും കുപ്പിയും കൊളുത്തും കുഴലും സൂചിയായിട്ട് വരുമ്പോൾ അവളെ വിശ്വസിക്കുന്നു. വേണേ പേടിക്കാൻ വേണ്ടി ഇവിടെങ്ങാനും അബ്നോർമലായി കുപ്പിയെങ്ങാനും ഭിത്തിയെ കുത്തിപ്പൊട്ടിച്ച് ചില്ലെങ്ങാനും നെഞ്ചത്ത് കുത്തിക്കയറ്റിയാലും ചെയ്യുകയാലെന്ന് ഒരു വിശ്വാസം. ഡോക്ടറെ വിശ്വസിക്കണ്ടേ? ഞാൻ ഡോക്ടറോട് പറയുന്നത് എന്താ? എന്നെ ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കും. എന്നാ ധൈര്യത്തിലാ ബോധം കെടുന്നത്? ബോധം കെട്ടി കിടക്കുമ്പോൾ ഈ ഡോക്ടർ എങ്ങാനും എന്റെ മർമ്മപ്രധാനമായ ഏതെങ്കിലും അവയവങ്ങൾ ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ? ചെയ്യുകയാല ഒരു വിശ്വാസം. ഒരു ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നട്ടല്ലേ കുത്തി വെച്ചിട്ട് ബോധം കെടുത്തണം, എന്നിട്ട് ഓപ്പറേഷൻ. അവൻ ചോദിച്ചു, ഡോക്ടർ ബോധം കെടുത്തുന്ന ഇഞ്ചക്ഷൻ എത്ര രൂപയാ? ഡോക്ടർ പറഞ്ഞു, ഇവിടെ ബോധം കെടുത്തുന്ന ഇഞ്ചക്ഷന് 850 രൂപ. അവൻ പൊന്നു ഡോക്ടറെ, 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെടുത്താനായിട്ട്
850 രൂപ മേടിക്കുന്നത് എന്തോ ഒരു അന്യായമാണ്. ഇപ്പോൾ ഡോക്ടറെ വിശ്വസിക്കും, നേഴ്സിനെ വിശ്വസിക്കും, ഡ്രൈവറെ വിശ്വസിക്കും, കാലാവസ്ഥയെ വിശ്വസിക്കും. 2 മഴ പെയ്യുമ്പോൾ മനുഷ്യൻ കൃഷി ഇറക്കാൻ പോകും. എന്നാ വിശ്വാസത്തിലാ? ഇനിയും മഴ കിട്ടും. ഒരു വിശ്വാസം, ഒരു മഴ കിട്ടും. കുടുംബജീവിതം ഒരു വിശ്വാസമല്ലേ? അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക, മുതുപിശാചെ, നിന്റെ അടിവേര് നോക്കി ഞാനൊരു ചവിട്ട് വെച്ച് തരും. ഉടനെ ഭാര്യ, താൻ എനിക്ക് ചവിട്ടിയാൽ ഞാൻ രാത്രി കഞ്ഞിക്കകത്ത് പൊരിടാൻ കലക്കി തരും. എന്നാലും രാത്രി 9 മണിക്ക് ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, തേങ്ങാച്ചൂട ചമ്മന്തി നികന്ന പാത്രത്തിൽ അവൾ നിരത്തി വിളമ്പുമ്പോൾ അവൻ സ്പൂൺ കൊണ്ട് അള്ളിക്കിള്ളി മാന്തി ഞൊട്ടിഞ്ഞുണഞ്ഞ് മൊത്തം വെട്ടി വിഴുങ്ങും. ഓരോ സ്പൂൺ കഞ്ഞിയും കോരി കുടിക്കുമ്പോൾ അവൻ ഞുണഞ്ഞുണഞ്ഞ് നോക്കുവോ, ഇവിടെ പുരടാനുണ്ടോ, അവിടെ പുരടാനുണ്ടോ, ഇപ്പുറത്ത് പുരടാനുണ്ടോ. പറഞ്ഞാലും കലക്കി കൊടുക്കുകയില്ല. അവിടെ അവന് വിശ്വാസം. ഒറ്റ ചവിട്ടുമെന്ന് പറഞ്ഞ് അവനെ വട്ടം കെട്ടിപ്പിടിച്ച് പുതപ്പിന് കീഴെ ഇട്ടാ പോലെ ചുരുണ്ട് കിടന്ന് അവൾ ഉറങ്ങും. അവൾ അലാം വെച്ച് എഴുന്നേക്കുവോ, ചേട്ടൻ 10:40 ചവിട്ടുവോ, 10:50 ചവിട്ടുവോ, 11:10 ചവിട്ടുവോ. പറഞ്ഞാലും ചവിട്ടുകയില്ല. അവൾക്ക് വിശ്വാസം, അവിടെ അവന് വിശ്വാസം. അല്പം പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പൻ ആരാന്നുള്ളത് പോലും ഒരു വിശ്വാസമല്ലേ? അമ്മ പറഞ്ഞു, മോനെ മോളെ ഇതാണ് അപ്പൻ, അപ്പാന്ന് വിളിച്ചു. ആരെങ്കിലും പറഞ്ഞു, അമ്മ ഡൗട്ട് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിളിക്കാം. ജീവിതാരംഭം മുതൽ നമ്മൾ വിശ്വസിച്ചവരാ. ബലഹീനനായ ഡ്രൈവറെ വിശ്വസിക്കും, ബലക്ഷയമുള്ള ഡോക്ടറെ വിശ്വസിക്കും, വാക്കുമാറ്റുന്ന സുഹൃത്തുക്കളെ വിശ്വസിക്കും. എങ്കിൽ മാറ്റങ്ങളുടെയും മറിച്ചുകളുടെയും നടുവിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 54-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറാത്ത സ്നേഹത്തിൽ ആഴമായി നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുക. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ വീഴാൻ പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുന്നുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യേശു മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ പിശാചുകളെ ബഹിഷ്കരിക്കും, ഉള്ളിലുള്ള പൈശാചിക സ്വഭാവങ്ങളെ അവർ എന്നേക്കും ഉപേക്ഷിക്കും, പൈശാചിക ചിന്തകളെ അവർ ഉപേക്ഷിക്കും. അവർ പിശാചികളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. വെറുപ്പുള്ളവൻ സ്നേഹത്തിന്റെ ഭാഷ, മുൻകോപി ശാന്തതയുടെ ഭാഷ, പൊട്ടിത്തെറിക്കുന്നവൻ ആത്മസംയമനത്തിന്റെ ഭാഷ, ഒരു പുതിയ ഭാഷ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. കരിമൂർഖനെ പോലുള്ള കെട്ടിയവനെ പ്രാർത്ഥിച്ച് വിശ്വസിച്ചു നിന്ന സ്ത്രീ അവനെ നേരെയാക്കും. ഭദ്രകാളിയെ പോലെ ഉള്ള ഒരു സ്ത്രീയെ ഭർത്താവ് സാവധാനം പ്രാർത്ഥിച്ച് കയ്യിലെടുക്കും. വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഒഴപ്പിപ്പോയ മോൾ അമ്മയുടെ നിലവിളിയോടെയുള്ള പ്രാർത്ഥന, അപ്പന്റെ നിറ കണ്ണുകളോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന വഴി മോൾ മാറുന്നു. സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കുടിച്ചാലും ബാധിക്കുകയില്ല. കമന്റുകൾ, വിമർശനങ്ങൾ, കുത്തുവാക്കുകൾ, മുറിപ്പെടുത്തുന്നതായ വിമർശനങ്ങൾ ഇതൊന്നും വരുമ്പോൾ വിശ്വസിക്കുന്നവർ തളരുകയില്ല. അവരെ അതൊന്നും ബാധിക്കുകയില്ല. കാരണം എന്റെ മുമ്പിൽ ക്രൂശും എന്റെ പിൻപിൽ ഞാൻ ഉപേക്ഷിച്ച ലോകവുമാണ്. അവസാനം പറയുകയാണ്, അവർ രോഗിയുടെ മേൽ കരങ്ങൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന എവിടെ ചെന്നാലും ഒരാന്തരിക സൗഖ്യമുണ്ട്, സൗഖ്യ സാമീപ്യമുണ്ട്, പ്രത്യക്ഷത്തിലുള്ള രോഗശാന്തികളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല. ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ നമുക്ക് വളരാം. മനുഷ്യരെ നമ്മൾ വിശ്വസിക്കുമെങ്കിൽ, ലോകത്തിലെ വ്യക്തികളെ വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിൽ അതിലേറെ വിശ്വസിക്കേണ്ട എല്ലാ അസ്തിത്വത്തിന്റെയും അടിസ്ഥാനമായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ആ ദൈവകരങ്ങളിൽ ജീവിതത്തെ ചേർത്ത് വെക്കുവാൻ അവിടെ നമ്മെ വിളിക്കുന്നു. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരെ പോലെ നമുക്കും പറയാം, കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും വിശ്വാസത്തിൽ വളർത്തട്ടെ, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കട്ടെ.